എന്താ മാഷെ വിളിച്ചത്? മാഡം, ഞാനിന്ന് ഫ്രീ ആണ്. ഡ്രൈവിംഗ് പഠിക്കാൻ വരുന്നുണ്ടോ? ആണോ? എന്നാ ഞാൻ ഇതാ വരുന്നു, ഇപ്പൊ എത്തും. ശരി, ഞാൻ അന്ന് വന്ന് പാർക്കിന്റെ അടുത്തുണ്ട്. ഓക്കെ. ഹായ് മാഷേ. ഹായ്. പെട്ടെന്ന് വിളിച്ചപ്പോ പേടിച്ചു പോയാ? ഡ്രൈവിംഗ് മാഷായ ഞാൻ പേടിക്കാനാ? എന്താ കഥ? അപ്പൊ നമുക്ക് ഡ്രൈവിംഗ് വയ്ക്കാൻ തുടങ്ങിയാലോ? ഓക്കെ. ഡ്രൈവിംഗ് പഠിക്കാൻ തിരക്കായി കൊച്ചി കള്ളി. കാര്യമൊക്കെ ശരിയാ. 2 ദിവസം കൊണ്ട് എനിക്ക് ലൈസൻസ് കിട്ടണം. അയ്യോ. 2ാമത്തെ ദിവസം എനിക്ക് ലൈസൻസ് കിട്ടണം. 3ാം പക്കം ഞാൻ കാർ വാങ്ങും. 2 ദിവസം ഒന്നും വേണേ, ഞാൻ ഇപ്പൊ ലൈസൻസ് ചെയ്തു തരാം. അത്ര പെട്ടെന്ന് വേണ്ട, 2 ദിവസം കഴിഞ്ഞോട്ടെ. വേണ്ടേ, ഇപ്പൊ ഡ്രൈവിംഗ് പഠിക്കേ. ഇപ്പം തന്നെ ലൈസൻസ് വാങ്ങി തരാം. 2 ദിവസം കഴിഞ്ഞിട്ട് മതി എനിക്ക് ലൈസൻസ്. ഇപ്പൊ പെട്ടെന്ന് എനിക്ക് ലൈസൻസ് വന്നാൽ അതിനകത്ത് ഡാമേജ് ഉണ്ടാവും. എന്റെ പഠിച്ചോനെ ഭയങ്കര ബുദ്ധിയാണ്. ഞാൻ 2 ദിവസം കഴിയട്ടെ. ഓക്കെ, നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാം. എന്റെ ഭഗവാനെ, ഞാൻ ഡ്രൈവിംഗ് പിടിച്ച് കാർ എടുത്ത് പോകുമ്പോ 2 പേരെ കുത്തിക്കൊല്ലാൻ ഇടവരുത്തണേ. അതെന്ത് പ്രവർത്തനയാ? അതാ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. എന്ത്? കാർ കയറ്റി ആളെ കൊല്ലുന്നതോ? കാറ് വാങ്ങുന്നത് 4 പേരെ അറിയണം. അപ്പൊ 2 പേരെ കൊന്നല്ലേ ജനങ്ങളെല്ലാം അറിയുള്ളൂ. അല്ലടോ, കാറ് കുത്തിക്കൊന്ന് നീ ജയിലിൽ കിടക്കണ്ടേ? നിങ്ങളെന്താ പറയുന്നത് മനുഷ്യ? ജയിലിൽ കിടന്നല്ലേ പത്രത്തിലും ടിവിയിലൊക്കെ വാർത്ത വരുള്ളൂ. എന്റെ കാറിന്റെ വൈറലാക്കണം എനിക്ക്. ഓ, അതാണ് നിങ്ങൾ ഉദ്ദേശം അല്ലേ? കാറ് വാങ്ങിയാൽ ആൾക്കാർ അറിയണം. എന്റെ അയൽവാസി ഒരു കാർ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് ആ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് മാത്രം അറിയാം, പുറമെ ആർക്കും അറിയില്ല. ആ ഒരു അവസ്ഥ എനിക്ക് വരാൻ പാടില്ല. ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നാ മതിയോ? കാർ ഓടിക്കാൻ പഠിക്കണ്ടേ? പഠിപ്പിക്കും മനുഷ്യ. പഠിക്ക. അവിടെ ഇരിക്കേ. ഇനി വലത്തോട്ട് ഇനി അടുത്തോട്ട് ഇനി വലത്തോട്ട് ഇടത്തോട്ട് പോകാൻ ഇടത്തോട്ട് തിരിക്കണം, വലത്തോട്ട് പോകാൻ വലത്തോട്ട് തിരിക്കണം. ഓ, ഇത്രയൊക്കെ ഉള്ളല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു. എനിക്കൊരു കല്യാണത്തിന് പോവാൻ. എന്നാ പിന്നെ കല്യാണത്തിന് പോയിക്കോ. ഈശ്വരാ, എത്ര പെട്ടെന്ന് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു. ഒരു കാര്യം മറന്നുപോയി. ലൈസൻസ് എപ്പോ കിട്ടും സാറേ? ഓ, ലൈസൻസാ? അത് ഞാൻ ഇന്ന് തന്നെ വീട്ടിലെത്തി കേട്ടാ.